ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2006 മുൻപ് വിരമിച്ച പെൻഷനേഴ്സിൽ ACPയുടെ ഗുണം ലഭിക്കാത്തവർ ACPയുടെ ഗുണം ലഭിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ACP അഥവാ അഷ്വേർഡ് കരിയർ പ്രോഗ്രഷൻ ഇത് സംബന്ധിച്ച സർക്കുലർ 568 പബ്ലിഷ് ആകുന്നത് ഒക്ടോബർ 2016 അതായത് 2016 ഡിസംബറിനുള്ളിൽ ഇതിൻ്റെ അരിയേഴ്സും മിക്കവാറും എല്ലാ പെൻഷനേഴ്സിനും ലഭിച്ചു. എങ്കിലും ACPയുടെ ഗുണം ഇതുവരെയും ലഭിക്കാത്ത 2006 മുൻപ് വിരമിച്ച സൈനികരും ഫാമിലി പെൻഷനേഴ്സും ഉണ്ട്. 2006 മുൻപ് വിരമിച്ച ആർക്കൊക്കെയാണ് ACPയുടെ ഗുണം ലഭിക്കുന്നത് എന്ന് നോക്കാം. ACP കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ റാങ്കിൽ 10 വർഷം സർവീസ് ചെയ്യുന്നവർക്ക് അടുത്ത റാങ്കിൻ്റെ ബേസിക് പെൻഷൻ നൽകുക എന്നതാണ്. ഇതിന് ACP 1 എന്നും അടുത്ത 10 വർഷം സർവീസ് ചെയ്യുമ്പോൾ ACP 2ഉം ലഭിക്കുന്നു. ഉദാഹരണത്തിന് ശിപ്പായി 10 വർഷം സർവീസ് പൂർത്തിയാക്കുമ്പോൾ നായിക്കിൻ്റെ ACPയും 20 വർഷം പൂർത്തിയാകുമ്പോൾ ശിപ്പായിക്കോ നായിക്കിനോ ഹവൽദാറിൻ്റെ ACPയും ലഭിക്കുന്നു. 7 ഓഗസ്റ്റ് 2003 മുതൽ 31 ഡിസംബർ 2005 വരെ സർവീസിൽ ഉണ്ടായിരുന്നവർക്കാണ് ACPയുടെ ഗുണം ലഭിക്കുക. മുകളിൽ പറഞ്ഞ സർക്കുലർ നമ്പർ 568 അനുസരിച്ച് ഇതിൻ്റെ അരിയേഴ്സ് 2016 ഒക്ടോബർ മുതലാണ് ലഭിക്കാൻ തുടങ്ങിയത്. ഇനിയും സർക്കുലർ നമ്പർ 568 അനുസരിച്ച് ACP ലഭിക്കാത്തവർ അതിൽ സർവീസ് പെൻഷനേഴ്സും ഫാമിലി പെൻഷനേഴ്സും ഉണ്ട്. അങ്ങനെയുള്ളവർ CP ഗ്രാംസ് വഴി ഗ്രിവൻസ് നൽകേണ്ടതാണ്. ACP ലഭിക്കുന്നവർക്ക് OROPയിലും ഗുണം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.